എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SLC +1 +2 2024 റിസൾട്ട് എപ്പോൾ, തോറ്റാൽ എന്ത് ചെയ്യും, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോൾ, ആർക്കൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക എന്നാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ SLCയുടെ കാര്യമാണ് എടുക്കുന്നത്. SLC റിസൾട്ട് മെയ് 19 കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചത്. ഈ വർഷം ഒരു 15ഉം 20ഉം മാക്സിമം പോയാൽ 25 മെയ് മാസമാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. മെയ് 15 to 25 റിസൾട്ട് എന്തായാലും SLCയുടെ അനൗൺസ്മെൻറ്റ് ചെയ്യും. തോറ്റാൽ എന്ത് ചെയ്യും? SLCക്ക് പൊതുവേ തോൽവി ഉണ്ടാകാറുള്ളതല്ല. 99 പോയിൻറ്റ് സംതിങ് ആണ് എല്ലാ വർഷവും വിജയം. തോൽവി അധികം ഉണ്ടാകാറില്ല. പക്ഷെ എന്നാൽ പോലും തോൽവി സംഭവിക്കാറുണ്ട്. തോറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എത്ര വിഷയമാണോ ഫെയിലായത് അത്രയും വിഷയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. തോറ്റ് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി വിജയിക്കാവുന്നതാണ്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ജൂൺ ഓർ ജൂലൈയിലായിരിക്കും. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ജൂൺ ഓർ ജൂലൈയിലായിരിക്കും. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, SLC പബ്ലിക് എക്സാം എഴുതിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി +1ൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ റിസൾട്ട് എപ്പോഴായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വന്നത് ജൂലൈ 15 ഈ വർഷം SLC റിസൾട്ടും +2 റിസൾട്ടും പൊതുവേ മെയ് മാസത്തിൽ തന്നെ വരാറുണ്ട്. പക്ഷേ എന്നാൽ പോലും +1ൻ്റെ റിസൾട്ട് പൊതുവേ ജൂൺ ജൂലൈയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇത്തവണയും അതുകൊണ്ട് തന്നെ +1ൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ നമുക്കൊരിക്കലും ഒരു കൺഫർമേഷൻ പറയാൻ പറ്റില്ല. ഒരു ജൂൺ ഓർ ജൂലൈ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ജൂൺ ഓർ ജൂലൈ, അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല, പോകുകയല്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴായിരിക്കും? നിങ്ങളുടെ +2ൻ്റെ പബ്ലിക് എക്സാമിനൊപ്പമായിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടായിരിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ +2ൻ്റെ പബ്ലിക് എക്സാമിനൊപ്പം തന്നെയായിരിക്കും നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും. ആർക്കൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക? +1ൻ്റെ പബ്ലിക് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്കും പിന്നെന്താണ് കമ്പാർട്ട്മെൻറ്റിലായി എഴുതുന്ന അതായത് +1ൻ്റെ അതായത് കമ്പാർട്ട്മെൻറ്റിൽ സ്റ്റുഡൻസ് ഉണ്ടാവില്ല. അതായത് +1ൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുൻ വർഷങ്ങളിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കമ്പാർട്ട്മെൻറ്റിലായിട്ട് അതൊന്ന് എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ടൈമിൽ രജിസ്റ്റർ ചെയ്ത് എഴുതാവുന്നതാണ്. റെഗുലർ വിദ്യാർത്ഥികൾക്കൊന്നുകൊണ്ടും പേടിക്കേണ്ട. +1ൻ്റെ പബ്ലിക് എക്സാം എഴുതുന്ന എല്ലാവർക്കും തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി +2ൻ്റെ റിസൾട്ട് എപ്പോഴായിരിക്കും? +2ൻ്റെ റിസൾട്ട് വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട. കഴിഞ്ഞ വർഷം മെയ് 25 ഈ വർഷം 20ഓ 25ഓ അതിനുള്ളിൽ തന്നെ +2ൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി തോറ്റാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, തോറ്റാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാം. ജൂൺ ഓർ ജൂലൈ ആയിരിക്കും നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ടൈം. കഴിഞ്ഞ വർഷം ജൂൺ ആയിരുന്നു. ഈ വർഷവും ഏതാണ്ട് ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടായിരിക്കും. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 പബ്ലിക് എക്സാം എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും, പിന്നെ +2ൽ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിൽ മുൻ വർഷങ്ങളിൽ ഫെയിലായ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പാർട്ട്മെൻറ്റിലായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസാണ് നിലവിൽ നമുക്ക് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം അതിൻ്റെ സർക്കുലറും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ കറക്റ്റ് ഡേറ്റ് ടൈം ടേബിളൊക്കെ നമുക്ക് പറയാൻ പറ്റൂ. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് മുൻ വർഷങ്ങളിലെ ഡേറ്റും ടൈമൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഏതാണ്ട് എല്ലാം തന്നെ ആ ടൈമിൽ തന്നെ ആയിരിക്കും. അതിൽ ദിവസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റം വരുമെന്നല്ലാതെ വലിയ തോതിലുള്ള വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം എല്ലാ വർഷങ്ങളിലും തന്നെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകാറ്. ഈ വർഷം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാകുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.